വെൽക്കം ബാക്ക് ടു സാജൂസ് കിച്ചൺ. നമ്മളിന്ന് ഞായറാഴ്ചയായിട്ട് കൊള്ളി വെക്കാൻ വിചാരിച്ചു. കൊള്ളിയും ബീഫും കപ്പ അത് അരിഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറു കഷ്ണങ്ങളാക്കിയിട്ട് ചട്ടിയിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് വെച്ചു. കുറച്ച് ധാരാളമായിട്ട് വെള്ളം ഒഴിക്കണം, നല്ലതായിരിക്കും. വെള്ളം നമുക്ക് ഊറ്റിക്കളയണം. അപ്പോൾ ഇതിനാവശ്യം വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പിന്നീട് ഇടുമ്പോൾ കപ്പക്ക് ഉപ്പ് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ കുറച്ച് മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കും. ഇത്തരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ വേവിക്കുമ്പോൾ ഒത്തിരി മഞ്ഞൾ ഇട്ട് കൊടുക്കണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടച്ച് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അപ്പോഴേക്കും വേഗതേ. ഇപ്പം കൊള്ളി വെന്തിട്ടുണ്ട്, കപ്പ വെന്തിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയണത് ഇതിൻ്റെ കട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കപ്പക്കൊക്കെ പൊതുവേ ഒരു കട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അതൊക്കെ പൊയ്ക്കോളും. ആ വെള്ളമൊഴിപ്പൊക്കെ അങ്ങോട്ട് പോയിട്ട് നല്ല വിട്ട് കിട്ടും. ഇങ്ങനെ വെള്ളം ഊറ്റി കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കൊള്ളിയൊക്കെ ചെയ്യുമ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അടിക്കട്ടിയുള്ള പാത്രമാണെങ്കിൽ അത്രയും നല്ലതായി. ഞാനൊരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് വെളിച്ചെണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൽ മസാലകളെന്ന് പറയാനായിട്ട് നമ്മൾ സവാള എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടെ ആ വെളിച്ചെണ്ണക്കകത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡനൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ആകുമ്പോൾ തന്നെ നമുക്കിതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നുമല്ല, ഒരു ഇത്തിരി സ്വല്പം മതി. ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ കൊടുക്കും. അതുപോലെ വല്ലാണ്ട് എരിവ് ഉണ്ടാവില്ല. നമുക്ക് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ലല്ലോ. 10 മണിക്കത്തേതിനോ അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് കട്ടൻ ചായൻ്റെ കൂടെയൊക്കെയാണ് നമ്മൾ ഈ കൊള്ളി കഴിക്കുക. അപ്പോൾ ഒരുപാട് എരിവ് വേണ്ട. ഇതിൽ ഞാൻ ബീഫ് ഇട്ട് കൊടുത്തു. ചെറു കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ച് റെഡിയാക്കിയ ബീഫായിരുന്നു അത്. മഞ്ഞളും കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിരുന്നതാണ്. മിക്സിയിലിട്ട് അടിച്ചൊന്നും ഇതിൻ്റെ അകത്ത് ബീഫ് ഇടേണ്ട ആവശ്യമില്ല. കാര്യം ഇങ്ങനെ ഇടുന്നതാണ് ടേസ്റ്റ്. ഒന്ന് കടിക്കാൻ കിട്ടണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ മസാലയൊക്കെ ഇട്ടൊന്ന് മൂടി വെച്ചിട്ട് തുറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കപ്പ ആ മസാലയിലേക്ക് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇളക്കിലൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. ഈ കപ്പയിലും അതുപോലെ വെള്ളമില്ല. നമ്മൾ ബീഫ് വേവിച്ച് വെച്ചാലും വെള്ളമില്ല. മസാലൻ്റെയൊക്കെ ചെറിയൊരു വാട്ടർ കണ്ടൻറ്റേ ഇവിടെ ഉള്ളൂ. അപ്പം നമ്മൾ ഇളക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പം നമ്മുടെ മസാല ഇപ്പം തന്നെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നല്ല ബിരിയാണിയുടെ ഫ്ലേവർ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരിക്കലും ഇത് ബിരിയാണി അല്ല കേട്ടോ. ബിരിയാണിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിൽ നിന്നും. അപ്പോൾ നമ്മുടെ കൊള്ളി മസാല ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തിയും കൂടി ആയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. ഞായറാഴ്ചകളിലൊക്കെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു വിഭവം ആയതുകൊണ്ടാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക്.